പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് ഇന്നലെയാണ് കൊടിയേറ്റം നടന്നത്. ഇനി അങ്ങോട്ട് ഓരോ നിമിഷവും തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളിൽ ഇങ്ങനെ ആവേശത്തിൻ്റെ ആ ഒരു ഇടിപ്പ്, അതായത് ഹൃദയമിടിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ആവേശത്തിൻ്റെ പൂരാവേശത്തിൻ്റെ ആ ഒരു മിടിപ്പൊക്കെ ഉണ്ടാകും. എന്തായാലും പൂരത്തിൻ്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ഘടക ക്ഷേത്രങ്ങളിലുമൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു കൊടിയേറ്റ് കർമ്മം ഉണ്ടായിട്ടുള്ളത്. ഇനിയുള്ള ഒരാഴ്ച അങ്ങോട്ട് പൂര ലഹരിയിൽ തന്നെയായിരിക്കും. ക്ഷമിക്കണം, എൻ്റെ വായ ഒന്നിതായി. അപ്പോൾ പൂര ലഹരിയിൽ തന്നെയായിരിക്കും ഇനി തൃശ്ശൂർ നഗരം മുഴുവൻ, ശക്തൻ്റെ മണ്ണ് മുഴുവൻ. മെയ് 6-നാണ് തൃശ്ശൂർ പൂരം. സമഗ്ര വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ റിപ്പോർട്ടർ ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്തെ, ഇന്നലെ കൊടിയേറ്റ് കർമ്മം കഴിഞ്ഞു. എങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ, അതായത് ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നു ആ ഒരു പൂരാഘോഷം എന്നുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്? അതായത് ദേവസ്വങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ഇനിയിപ്പോൾ പ്രദർശനമുണ്ട്, ചമയ പ്രദർശനമുണ്ട്, അതുപോലെ തന്നെ ബാക്കി വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, ഏതാണ്ട് ഒരു പൂരപ്രേമിയെ സംബന്ധിച്ച് ഈ ഒരു ആഴ്ചക്കാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരാഴ്ചത്തെ കാത്തിരിപ്പ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൂർത്തിയാവുന്നത്. ഇന്നലെ കൊടിയേറ്റ് നടന്നു. 8 ഘടകക്ഷേത്രങ്ങളും തിരുവമ്പാടിയിലും പാറമേക്കാവിലും എല്ലാം കൊടിയേറ്റ് നടന്നു. അതോടുകൂടി തന്നെ പൂരനഗരി വലിയ ആവേശത്തിലാണ്. ഇനിയുള്ള ഒരാഴ്ചക്കാലം പൂരം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ പൂരത്തിൻ്റെ ആഘോഷം എങ്ങനെയായിരിക്കും, ഇത്തവണത്തെ വാദ്യത്തിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും, കരിവീരന്മാരെ കുറിച്ചുള്ള ചർച്ചകൾ, ഇതെല്ലാമായിരിക്കും തൃശ്ശൂരിലെ ഓരോ പൂരപ്രേമിക്കും പറയാനുണ്ടാവുക. എന്തായാലും അതിൻ്റെ എല്ലാം ആവേശം ഇന്നലെ കൊടിയേറ്റ് ചടങ്ങിലുണ്ടായിരുന്നു. ആദ്യം തിരുവമ്പാടി ക്ഷേത്രത്തിൽ, ആദ്യം ലാലൂർ കാർത്തിയാനി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റ് നടന്നത്. ഈ പ്രധാന ഘടകക്ഷേത്രങ്ങൾ 2 തിരുവമ്പാടിയും പാറമേക്കാവുമാണ്. അതിൽ തിരുവമ്പാടിയിലാണ് ആദ്യത്തെ കൊടിയേറ്റ് നടന്നത്. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് വിശ്വാസികളും ജനങ്ങളും എല്ലാവരും എല്ലാ ആവേശത്തിമിർപ്പോടു കൂടി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് എല്ലാം സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക പെരുമ, അല്ലെങ്കിൽ സാംസ്കാരിക പരിച്ഛേദം ഏറെക്കുറെ എല്ലാം തന്നെ കൊടിയേറ്റ് കർമ്മത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. പൂരം തന്നെയാണ് തൃശ്ശൂരിൽ ഇനിയുള്ള ഒരാഴ്ചക്കാലത്തെ പ്രധാന ചർച്ചാ വിഷയം. മെയ് 6-ാം തീയതിയാണ് പൂരം എന്ന് പറയുന്നത്. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. ഈ ചമയങ്ങ് പ്രദർശനം തുടങ്ങുന്നത് മെയ് 3-ാം തീയതിയാണ്. ഏതാണ്ട് 4 മാസത്തോളം മുമ്പ് തുടങ്ങിയ തയ്യാറെടുപ്പുകൾ ഇപ്പോഴും വെടിക്കോപ്പ് നിർമ്മാണത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോട് എത്തിയിട്ട് തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കോപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്തെത്തി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി മുണ്ടത്തിക്കോട് സതീശനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ 4 മാസമായിട്ട് തങ്ങൾ വലിയ രീതിയിലുള്ള വിസ്മയങ്ങൾ വാനത്ത് വിടർത്താൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തവണത്തെ പൂരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് പൂരം വീണ്ടും ഒരു ജനകീയ ഉത്സവമായി മാറുന്നതിൻ്റെ എല്ലാവിധ തെളിവുകളും കാണുന്നുണ്ട്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കാര്യമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഴുതടച്ച രീതിയിലുള്ള ഈ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഒരു രീതിയിലുമുള്ള അലോസരങ്ങളില്ലാതെ ഏതൊരു പൂരപ്രേമിക്കും തൻ്റെ പൂരം എന്ന അനുഭവം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇത്തരത്തിലുള്ള ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർക്കാർ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ പൂരപ്രേമികളും ഈ മെയ് 6-ന് തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടി കൊതിക്കുകയാണ്. ഭദ്ര, തീർച്ചയായും ശരത്തെ, ഞാനും ഒരു തൃശ്ശൂരുകാരിയാണ്. അതുകൊണ്ട് തന്നെ ആ ആവേശം ഇന്നലെ മുതൽക്ക് എനിക്കുമുണ്ട്. അപ്പോൾ മെയ് 6-ന് തന്നെയാണ്. നമുക്ക് ഈ കമൻസൊക്കെ വായിക്കുമ്പോൾ ശരത് ഓങ്ങല്ലൂർ നമ്മുടെ തൃശ്ശൂർ ഗഡി എന്നൊക്കെ പറഞ്ഞ് കമൻസൊക്കെ വരുന്നുണ്ട്. അത് പറഞ്ഞത് ബാബു TS ആണ്. എന്തായാലും ശരത്തെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ ആവേശം നിറഞ്ഞ് നിൽക്കുകയാണ്. പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെയായിരുന്നു കൊടിയേറ്റ് കർമ്മം ഉണ്ടായത്. പ്രധാന പങ്കാളികളായിട്ടുള്ള തിരുവമ്പാടി, അതുപോലെ പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടക ക്ഷേത്രങ്ങളിലും ഒക്കെ കൊടിയേറ്റ് കർമ്മം ഇന്നലെയാണ് ഉണ്ടായത്. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കി. അതായത് പല ആളുകൾക്കും പൂരം കാണാൻ മാത്രമല്ല, ആകാശത്ത് വിരിയുന്ന നിറപ്പകിട്ടാർന്ന അമിട്ടുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നതിനും വേണ്ടിയും ആളുകൾ കാത്തിരിക്കുകയാണ്. ഗജവീരന്മാരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, ഒരുപക്ഷെ വിദേശത്ത് നിന്ന് പോലും ആളുകൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഈ ചമയ പ്രദർശനം എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മെയ് 3-നാണ് ആരംഭിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ വിവരങ്ങളാണ് ശരത് ഓങ്ങല്ലൂർ നൽകിയത്.